സീറ്റില്ലേ സർക്കാരെ? ചോദ്യം അങ്ങയോടാണ് സാർ. 20,000-ലധികം സീറ്റ് മലപ്പുറത്ത് മാത്രം ഇല്ലാത്തൊരവസ്ഥയുണ്ടാവുന്നു. നമ്മൾ 6 ജില്ലകൾ കണക്കിലെടുത്താൽ 41,000. ശരി, നമുക്ക് പോളിടെക്നിക്കും IT-യും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ എടുത്താൽ പോലും 15,000-ലധികം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. സയൻസിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടറാവാനുള്ള പ്രതീക്ഷ, അവർക്ക് വേണ്ടുന്ന ബാച്ചുകളില്ല ഈ മലപ്പുറം ജില്ലയിൽ. എന്തുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നില്ല? ശ്രീ ശശികുമാർ, മൈക്കോണാണ്. ഓണാണ്. വളരെ ജനറലായൊരു ഇഷ്യൂവിനെ അതിവൈകാരിക ഭാവം നൽകാനാണ് ഈ ചർച്ച, ഈ പേര് കൊടുത്തതെന്നാണ് എൻ്റെ അഭിപ്രായം. ചോര തിളയ്ക്കുന്നില്ലേ, അതിഭാവുകത്വം എന്ന് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച്. ആദ്യം നിങ്ങൾ ചെഗുവേരയെ തള്ളി പറയണം. നിങ്ങൾക്ക് അനീതി കണ്ടാൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് നഗരം ഞാൻ തള്ളി പറയേണ്ടത് ഞാൻ തീരുമാനിച്ചു. പക്ഷെ നോക്കൂ, അഭിപ്രായം കഴിഞ്ഞ തവണ ഞങ്ങളുടെ ചാനലുകളിലൂടെ എത്ര പെൺകുട്ടികളുടെ കണ്ണീരാണ് വീണതെന്ന് അറിയാമോ? അല്ല, എന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അതിഭാവുകത്വമാണ്, വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്, തെറ്റായ ഒരു അസംഷനാണ്. ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ട എന്താണെന്ന് ഞാൻ ഇപ്പൊ വ്യക്തമാക്കുന്നില്ല. ഒരു അജണ്ട ഉണ്ട്. ആരുടെയോ അജണ്ടയിൽ റിപ്പോർട്ടർ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പോട്ടെ, നമുക്കത് കണക്കിലേക്ക് വരാം. ഞാൻ കണക്കിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇത്തവണ ജയിച്ചത് 79,676 ആളുകളാണ്. അത് അംഗീകരിച്ചല്ലോ. എല്ലാവരും +2 ചേരാൻ സീറ്റുണ്ടോ ചോദിച്ചാൽ കുറവുണ്ട്. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, എയ്ഡഡ് HS, ഗവൺമെന്റ് VHSE, ഹയർ ടെക്നിക്കൽ സെക്കൻഡറി, IHRD, ഗവൺമെന്റ് പോളിടെക്നിക്, എയ്ഡഡ് പോളിടെക്നിക്, ഗവൺമെന്റ് ITI, ഇത്രയും എയ്ഡഡ് അൺഎയ്ഡഡ് പറയരുത് സാർ. അൺഎയ്ഡഡ് പറയും. എങ്ങനെ പറയും? ഞാൻ പറയും. അൺഎയ്ഡഡിൽ നിങ്ങളുടെ വിദ്യാർത്ഥി പഠിക്കണമെന്നുള്ളത് സർക്കാരിന്റെ ഔദാര്യമാണോ? അൺഎയ്ഡഡിൽ പണം കൊടുത്തു പഠിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഔദാര്യമാണോ? അത് അല്ല, സർക്കാരിന്റെ ഔദാര്യമാണോ? പറയാതിരിക്കാൻ പറ്റില്ല. പറയും നിങ്ങൾ. ഉത്തരവാദിത്വം സ്റ്റേറ്റ് എങ്ങനെ ഏറ്റെടുക്കും സാർ? സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് അൺഎയ്ഡഡിന്റെ സീറ്റ് നിങ്ങൾ ഈ കണക്കിൽ കൂട്ടരുത്. മലപ്പുറത്ത് ഗവൺമെന്റ് സെക്ടറിൽ, എയ്ഡഡ് സെക്ടറിൽ ക്ലാസ് സീറ്റ് ഉണ്ടോ? ഇതാണ് ചോദ്യം. ഞാൻ അരുണിനോട് ഒരു കാര്യം പറയണം. നിങ്ങൾ സെറ്റ് ചെയ്തൊരു അജണ്ട ഇവിടെ വിജയിക്കില്ല എന്ന് കാണുമ്പോൾ ചൂടാവാൻ നിൽക്കണ്ട. എനിക്ക് ചൂടൊന്നുമില്ല സാർ. നിങ്ങളോടുള്ള അൺഎയ്ഡഡിനെ സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് അരുണ്, ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം പോലെ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് അനുവാദം തരണം. അങ്ങനെ 66,353 സീറ്റ് ഉണ്ട്. അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ കൂടി ചേർത്താൽ 14,717 സീറ്റ് കൂടി ചേർത്താൽ 81,070 സീറ്റ് ഉണ്ട്. 1,394 സീറ്റ് ആ കണക്കിലേറെയാണ്. ഞാനിത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞ. ശരി, ഒറ്റ സംശയമുള്ളൂ. മലപ്പുറത്ത് കൂലിപ്പണി ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ മകന് ഈ ഗവൺമെന്റിന്റെയും എയ്ഡഡിന്റെയും സീറ്റുകൾ കഴിഞ്ഞു പഠിക്കാൻ അൺഎയ്ഡഡ് സ്കൂളിൽ ആര് പണം കൊടുക്കും? അല്ല, പണമില്ലാത്ത ആൾക്ക് നമ്മുടെ സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും പഠിക്കാം. അവിടെ പഠിക്കാനാണല്ലോ സീറ്റ് ഇല്ലാത്തത്. ആരാണ് അൺഎയ്ഡഡ്? എന്താണ് പറയുന്നത് ശശികുമാർ? അവിടെ സീറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഇവിടെ അൺഎയ്ഡഡ് തുടങ്ങിയത്? എന്തിനാണ് അതിന് അംഗീകാരം കൊടുത്തത്? ആര് തുടങ്ങി എന്ന് പറയാതെ നിങ്ങൾ എയ്ഡഡ് ആക്കൂ. കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആയിക്കോട്ടെ സാർ, പക്ഷെ നോക്കൂ, സീറ്റ് ഇല്ല എന്ന് പറയുമ്പോ അവിടെ അൺഎയ്ഡഡ് സീറ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയല്ല ഈ സർക്കാർ. അവര് പഠിക്കുന്ന കുട്ടികളല്ലേ? പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അൺഎയ്ഡഡ് സ്കൂളിലെ സീറ്റ് 15,000. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അൺഎയ്ഡഡ് സ്കൂളിലെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അൺഎയ്ഡഡ് സ്കൂളിലെ സീറ്റ് എങ്ങനെ നിങ്ങൾ ഈ കണക്കിൽ കൊണ്ടുവരും? പാസ്സായ മുഴുവൻ കുട്ടികൾക്കും +1 സീറ്റ് ഇല്ല. എന്നാൽ ഉപരിപഠനത്തിന് 10ാം ക്ലാസ്സിന് മുകളിലുള്ള പഠനത്തിന് അതിലേറെ സീറ്റ് ഉണ്ട്. ഇതാണ് അതിനുള്ള ഉത്തരം.